പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്കെന്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ. ഒരു പുതിയ മാസത്തിന്റെ ആദ്യ ദിവസത്തിലേക്ക് നാം കടന്നിരിക്കുന്നു. ഒന്ന് തിരിഞ്ഞു നോക്കൂ, 6 മാസം നാം കടന്നു വന്നിരിക്കുന്നു. പുതിയ വർഷം ഇപ്പോൾ തുടങ്ങിയതുപോലെ തോന്നുന്നു. അപ്പോഴേക്കും പകുതി വർഷം കഴിഞ്ഞു. എന്നാൽ ഓരോ ദിവസവും ദൈവത്തിന്റെ കൈ അത്ഭുതകരമായി നമ്മെ നടത്തിക്കൊണ്ടിരുന്നു. യേശുക്രിസ്തു വാക്ക് തന്നത് പ്രകാരം നമ്മെ കൈപിടിച്ച് ഭംഗിയായി നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിന് നാം ദൈവത്തെ സ്തുതിക്കണം, നന്ദി പറയുകയും വേണം. കാരണം ഈ വർഷത്തിന്റെ തുടക്കത്തിലുണ്ടായിരുന്ന പലരും ഇപ്പോൾ ജീവിച്ചിരിക്കുന്നില്ല. പക്ഷേ ദൈവം കൃപയോടെ നമ്മെ താങ്ങി സംരക്ഷിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നു. നാം ദൈവത്തിന് നന്ദി പറയാൻ കടപ്പെട്ടവരാണ്, ശരിയല്ലേ? ഈ മാസത്തിനായിട്ടുള്ള വാഗ്ദത്തത്തെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതിനു മുൻപ് ഈ സ്ഥലം കണ്ടോ? നല്ല ഭംഗിയുണ്ടല്ലോ. ഇതെവിടെയാണെന്ന് ചിന്തിക്കുകയാണോ? യൂറോപ്പിലുള്ള സ്വീഡനാണ് ഇത്. മനോഹരമായ രാജ്യമാണ്. സ്വീഡൻ എന്ന ഈ രാജ്യത്ത് ഹൊതൻബർഗ് എന്നൊരു പട്ടണമുണ്ട്. അവിടെ ഒരു ഉണർവിൻ്റെ പ്രാർത്ഥന നടത്തുവാനായി ഞാൻ പോയിരുന്നു. ആ പട്ടണത്തിനടുത്തുള്ള മനോഹരമായൊരു ദ്വീപാണിത്. ഈ ദ്വീപ് കാണാൻ അതിമനോഹരമായിരിക്കുന്നു. ഈ ദ്വീപിൽ നിന്നാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ശരിയല്ലേ? യേശുവിൻ്റെ സൃഷ്ടി എത്ര മനോഹരമാണെന്നറിയാമോ? ഇവിടുത്തെ ജനങ്ങൾ വളരെ ഭാഗ്യമുള്ളവരാണ്. വളരെ മനോഹരമായ പ്രകൃതി ഭംഗിയിൽ സന്തോഷത്തോടെ ജീവിക്കുന്നു. വളരെ സന്തോഷം. കർത്താവായ യേശുക്രിസ്തു നിങ്ങളോട് സ്നേഹവും കരുതലുമുള്ള ദൈവമാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് വാഗ്ദത്തങ്ങൾ തന്ന് നിങ്ങളെ ആശ്വസിപ്പിച്ച് ബലപ്പെടുത്തി താങ്ങി നടത്തുന്നത്. ഈ മാസത്തേക്കുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തം എന്താണ് എന്നറിയാൻ മനസ്സിൽ ആകാംക്ഷയോടെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയായിരിക്കുമല്ലേ? യെശയ്യാവ് 58 അധ്യായം 11 വാക്യം. യഹോവ നിന്നെ എല്ലായ്പ്പോഴും നടത്തുകയും വരണ്ട നിലത്തിലും നിന്റെ വിശപ്പ് അടക്കി നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തുകയും ചെയ്യും. നീ നനവുള്ള തോട്ടം പോലെയും വെള്ളം വറ്റിപ്പോകാത്ത നീരുറവ് പോലെയുമാകും. യഹോവ എപ്പോഴും നിന്നെ നടത്തും. യഹോവ നടത്തും. ഇതുവരെ നടത്തിയില്ലേ, ഇനി അങ്ങോട്ടും നടത്തും. ഒരു ഇടയൻ തന്റെ ആട്ടിൻ കൂട്ടത്തെ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ അവൻ നടത്തിക്കൊണ്ടു പോകുന്നു എന്ന് ബൈബിളിൽ വായിക്കുന്നു. അതേപോലെ നല്ല ഇടയനാകുന്ന യേശു നിങ്ങളുടെ ജീവിതത്തിൽ മുൻപായി നടന്ന് ഭംഗിയായി നടത്തിക്കൊണ്ടു പോകും. നിങ്ങൾക്കെന്താണോ ആവശ്യം അവയെല്ലാം ലഭിക്കാനായി വഴിയുണ്ടാക്കും. 3 വിധത്തിലുള്ള അനുഗ്രഹങ്ങൾ വാക്കുതരുന്നു. ആദ്യമായി ദൈവം പറയുന്നു, ഞാൻ നിന്നെ തൃപ്തിപ്പെടുത്തും. തൃപ്തികരമായ അനുഗ്രഹം. യേശുക്രിസ്തു 5 അപ്പവും 2 മീനും ജനങ്ങൾക്ക് പങ്കിട്ടു കൊടുത്തപ്പോൾ കുറച്ച് തരാം, ഇപ്പോൾ കഴിച്ചിട്ട് പിന്നീട് വീട്ടിൽ പോയി കഴിച്ചോ എന്ന് പറഞ്ഞില്ല. തൃപ്തിയായി കഴിച്ച് ബാക്കിയുള്ളത് ശേഖരിച്ച് വെക്കത്തക്ക വിധം യേശു പ്രവർത്തിച്ചു. നിങ്ങൾ തൃപ്തിയായി ആശീർവദിക്കപ്പെടും. ദൈവം എന്നെ നന്നായി ആശീർവദിച്ചിരിക്കുന്നു, വളരെ തൃപ്തിയായിരിക്കുന്നുവെന്ന് സന്തോഷിക്കത്തക്ക വിധം ദൈവം അനുഗ്രഹിക്കും. നിങ്ങളുടെ അസ്ഥികളെ ബലപ്പെടുത്തും, അതായത് ആരോഗ്യമുള്ളതാക്കും. വ്യാധിയും ബലഹീനതയും രോഗവും കാരണം കഷ്ടപ്പെടുകയാണോ? ഇന്ന് സുഖം തരും, നല്ല ആരോഗ്യം തരും. നിങ്ങൾ നല്ല ആരോഗ്യത്തോടെ ജീവിക്കത്തക്ക ഒരു അത്ഭുതം ഇന്ന് ദൈവം നിങ്ങൾക്ക് ചെയ്യും. 3-മതായി ദൈവം പറയുന്നു, നിങ്ങൾ വറ്റാത്ത നീരുറവ പോലെ ഇരിക്കും, നനവുള്ള തോട്ടം പോലെ ഇരിക്കും. നനവുള്ള തോട്ടമാണെങ്കിൽ അതെങ്ങനെ ഉണ്ടാകും? പച്ചപ്പായിരിക്കും, അല്ലേ? അതേപോലെ നിങ്ങളുടെ ജീവിതത്തെ പച്ചപ്പുള്ളതാക്കും എന്ന് ദൈവം പറയുന്നു. വരണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതം പച്ചപ്പുള്ളതാക്കും. നിങ്ങളുടെ വരുമാനത്തിൽ, നിങ്ങളുടെ ജോലിയിൽ, നിങ്ങളുടെ കുടുംബകാര്യങ്ങളിൽ, ബിസിനസ്സിൽ സമൃദ്ധിയും നന്മയും ഉണ്ടാകും. ദൈവം നമ്മോട് എന്തുമാത്രം സ്നേഹത്തോടെയാണ് ഈ വാക്ക് പറയുന്നതെന്നറിയാമോ? നമുക്കീ അനുഗ്രഹം തരാനായി യേശു കുരിശിൽ തന്നെ സമർപ്പിച്ചു. നമുക്കു വേണ്ടി സ്വയം നുറുക്കുവാനും പ്രഹരമേൽക്കാനും മുറിവേൽക്കാനും സ്വയം കുരിശിൽ ഏൽപ്പിച്ചു കൊടുത്തു. നിങ്ങളോട് എന്ത് സ്നേഹവും മമതയുമാണെന്ന് കണ്ടോ? ആ കുരിശിന്റെ സ്നേഹം, കുരിശിൽ തൂങ്ങുന്ന യേശുവിന്റെ സ്നേഹത്തെ ഓർത്ത് യേശുവിനെ സ്തുതിക്കൂ. ഈ വാഗ്ദത്തം എനിക്കുള്ളതാണ്. എന്നെ നിത്യവും വഴി നടത്തും. കർത്താവേ, എന്റെ ജീവിതത്തിൽ അങ്ങ് തൃപ്തിയുള്ള അനുഗ്രഹം തരും. എന്റെ ശരീരത്തിൽ നല്ല ആരോഗ്യവും സുഖവും ഉണ്ടാകും. നല്ല ഫലഭൂയിഷ്ടി എനിക്ക് തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു നോക്കൂ. ഇന്നു മുതൽ ആ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ ഹൃദയത്തിൽ കൈവയ്ക്കൂ. പിതാവേ, അങ്ങയുടെ മക്കൾക്കായി തന്ന ഈ വാഗ്ദത്തത്തിന് നന്ദി പറയുന്നു.
നിത്യവും നടത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ദിവസം തോറും ഞങ്ങളെ ഭംഗിയായി നടത്തണമേ. കർത്താവേ, ഈ മക്കളുടെ ജീവിതത്തിൽ തൃപ്തിയുള്ള ആശീർവാദം. ദൈവം എന്നെ നന്നായി ആശീർവദിച്ചിരിക്കുന്നു. തൃപ്തിയായി ദൈവം ആശീർവദിച്ചിരിക്കുന്നു എന്ന് പറയത്തക്ക വിധത്തിൽ അനുഗ്രഹിക്കണേ. ശരീരത്തിൽ സുഖമുണ്ടാവട്ടെ. സകല വ്യാധികളും ബലഹീനതകളും ഇപ്പോൾ തന്നെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ മാഞ്ഞു പോകട്ടെ. പരിപൂർണ സുഖം പ്രാപിക്കട്ടെ. വറ്റാത്ത നീരുറവ പോലെയും കർത്താവേ, നനവുള്ള തോട്ടത്തെപ്പോലെയും അങ്ങ് ആശീർവദിക്കുമെന്ന് പറഞ്ഞുവല്ലോ. സമൃദ്ധിയെയും ഫലഭൂഷ്ടിയെയും നൽകി അവരെ ആശീർവദിക്കണമേ. അവരുടെ പോരായ്മകളെയെല്ലാം നിറച്ചുകൊടുത്ത് ആശീർവദിച്ച് സന്തോഷിപ്പിക്കണമേ. ഇന്നു മുതൽ ഓരോ ദിവസവും ഈ ആശീർവാദം അവർക്കുണ്ടാവട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ